നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് SCRTയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ഫിസിക്കൽ സയൻസ് വിഭാഗത്തിലെ സൗരയൂഥവും സവിശേഷതകളും. അപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പ്രപഞ്ചം എന്ന മഹാത്ഭുതം. ഒരു ക്വിക്ക് റിവിഷൻ ആണ് ഇന്ന്. ആദ്യമായിട്ട് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? നക്ഷത്രങ്ങൾ. അപ്പോൾ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്ന ആകാശഗോളങ്ങളും നക്ഷത്രങ്ങളാണ്. ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഇപ്പൊ LGS എക്സാമിനൊക്കെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ തന്നെയാണ് ഉത്തരം. സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് പ്ലാനറ്റ്സ്. സ്വയം കറങ്ങുകയും ചെയ്യുന്നു, കൂടാതെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ എത്ര പ്ലാനറ്റ് ഉണ്ട്? 8 പ്ലാനറ്റ് ആണ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സൂര്യനു ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അഥവാ ഭ്രമണപഥം. ഭ്രമണപഥം തെറ്റിച്ചത് കൊണ്ടാണ് പ്ലൂട്ടോയെ പ്ലാനറ്റ്സ് എന്ന സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്. ഗ്രഹങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന വാദം ചോദ്യം ചെയ്ത പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. അപ്പൊ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ സ്വദേശം പോളണ്ടാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്, നിക്കോളാസ് കോപ്പർനിക്കസ്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. അപ്പൊ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങൾ. നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം. അപ്പൊ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. 164 വർഷം കൊണ്ടാണ് നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ കറങ്ങി വരുന്നത്. 164 വർഷം. യുറാനസ് സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണം. അപ്പൊ നെപ്റ്റ്യൂൺ കഴിഞ്ഞ് യുറാനസ് ആണ്. 84 വർഷം കൊണ്ടാണ് യുറാനസ് സൂര്യനെ വലം വയ്ക്കുന്നത്. യുറാനസിന്റെ ഉപഗ്രഹങ്ങൾ എത്ര എണ്ണമാണ്? 27 ഉപഗ്രഹങ്ങളാണ് യുറാനസിന് ഉള്ളത്. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനി. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. വ്യാഴം സൂര്യനെ വലം വയ്ക്കുന്നത് 12 വർഷം. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് 12 വർഷമാണ്. സ്വന്തമായി ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങളില്ല. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ അഥവാ മെർക്കുറി. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ, ഷൈനിങ് സ്റ്റാർ. അപ്പൊ തിളക്കമുള്ള ഷൈനിങ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹവും ഏത് തന്നെയാണ്? ശുക്രൻ തന്നെയാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്താണ്? നീല നിറമാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല നിറം. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. പണ്ട് ജലം ഒഴുകിയിരുന്നതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫോബോസും ഡീമോസും. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. മറ്റു ഗ്രഹങ്ങൾ പമ്പരം പോലെ സ്വയം കറങ്ങുമ്പോൾ വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹമാണ്, അല്ലെങ്കിൽ ഉരുളുന്ന ഗ്രഹമാണ് ഏത്? യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറാണ് ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത്. കാരണം എന്താണ്? ശുക്രൻ കറങ്ങുന്നത്, ഭ്രമണം ചെയ്യുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്. അതുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നത്. ഒരു ഗ്രഹമായി കണക്കാക്കുവാൻ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ
IAU ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡോർഫ് പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഗലീലിയോ ഗലീലി. എന്താണ് ഗലീലിയോ ഗലീലി? ഇതുമായിട്ടുള്ള ബന്ധം. സ്വയം നിർമ്മിച്ച ദൂരദർശിനി അഥവാ ടെലസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിൽ തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലിക്ക് എത്ര ചോദ്യങ്ങൾ അവിടെ? ഇറ്റലിയാണ് സ്വദേശം. ദൂരദർശിനി അഥവാ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് അദ്ദേഹം വാനനിരീക്ഷണം നടത്തി. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. 1564 മുതൽ 1642 1564 മുതൽ 1642 AD വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഗലീലിയോ ആണ്. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളാണ് ഗലീലിയോ കണ്ടെത്തിയത്. ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണ്? ആസ്റ്ററോയിഡ്സ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെയും വലം വെക്കുന്ന പാറകഷ്ണങ്ങൾ. അപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് ഇടയിലായിട്ടാണ്? PS ചോദിക്കാം. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ് എന്നറിയപ്പെടുന്നത്. ക്ഷുദ്രഗ്രഹത്തിന് ഉദാഹരണമാണ് ഐഡ. ഗ്രഹമായി കണക്കാക്കുന്നതിനുള്ള IAUവിന്റെ നിബന്ധനകൾ എന്തൊക്കെ? ഗോളാകൃതി ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ നിബന്ധന. അവ സൂര്യനെ വലം വയ്ക്കണം. രണ്ടാമത്തെ നിബന്ധന. അവയ്ക്ക് തനതായും തടസ്സമില്ലാത്തതുമായ ഭ്രമണപഥം വേണം. എന്നാൽ ഗ്രഹമായിട്ട് കണക്കാക്കും. ഗോളാകൃതി വേണം, അവ സൂര്യനെ വലം വയ്ക്കണം, അവയ്ക്ക് തനതായതും തടസ്സമില്ലാത്തതുമായ ഭ്രമണപഥവും വേണം. പ്ലൂട്ടോയുടെ ഗ്രഹപദവി എന്നാണ് നീക്കം ചെയ്തത്? 2006 ഓഗസ്റ്റ് മാസത്തിലാണ് പ്ലൂട്ടോയെ ഗ്രഹത്തിൽ നിന്നെടുത്ത് മാറ്റിയത്. ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നെടുത്ത് മാറ്റിയത് 2006 ഓഗസ്റ്റ് മാസം. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഗ്രഹപദവി നഷ്ടമായത്. അപ്പോൾ നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിന്റെ പേരാണ് ഷാരൺ. അത് ഓർത്തിരിക്കുക. ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടും ഗ്രഹപദവി നഷ്ടമായ ആകാശഗോളമാണ് പ്ലൂട്ടോ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് വാൽനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. 2013 ഒടുവിലായി ഭൂമിയിൽ നിന്ന് ദൃശ്യമായ വാൽനക്ഷത്രമാണ് ഐസൺ. ISON. 2013 വർഷം കൂടി ഓർത്തിരിക്കുക. അടുത്തതായി ഉൽക്ക. ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പതിക്കുന്ന പല വലിപ്പമുള്ള പാറകഷ്ണങ്ങളാണ് ഉൽക്കകൾ അഥവാ മെറ്റീരിയോയിഡ്സ്. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾ ഉൽക്കാശിലകളാണ്. മെറ്റീരിയോറൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള 2/3 ഭാഗവും എന്താണ്? വെള്ളമാണ്. അടുത്തത് നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്നതാണ്. അപ്പൊ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് എന്താണ്? ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ക്ഷീരപഥത്തിന്റെ മറ്റൊരു പേരാണ് ആകാശഗംഗ. ആകാശഗംഗയിൽ 10,000 കോടി നക്ഷത്രങ്ങളാണ് ഉള്ളത്. അപ്പൊ ആകാശഗംഗയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. അപ്പൊ ഒന്നുകൂടെ പറയാം. നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്നാണ്.